ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല രാജ്യത്ത് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നും ചെറുനഗരങ്ങളുടെ വികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരളം തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരി പാതയും തലശ്ശേരി മാഹി ബൈപ്പാസും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വന്യമൃഗശല്യം നേരിടാൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. പാകിസ്ഥാൻ പ്രസിഡന്റായി ആസിഫ് അലി സർദാരി സത്യപ്രതിജ്ഞ ചെയ്തു. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 3 കോടി സ്ത്രീകളെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പ്രാപ്തരാക്കുന്ന ലഖ്പതി ദീദികളാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മക്താരി വന്ദൻ യോജന ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 70 ലക്ഷത്തോളം സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ 655 കോടി രൂപയുടെ ആദ്യ ഗഡു അദ്ദേഹം ഓൺലൈനായി നൽകി. ഇതുവരെ 1 കോടിയിലധികം സ്ത്രീകളെ ലഖ്പതി ദീദികളാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമോ ഡ്രോൺ ദീദീസ് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന സശക്ത് നാരി വികസിത് ഭാരത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള കാർഷിക ഡ്രോൺ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. ഗ്രാമീണ കാർഷിക മേഖലയിലെ വനിതകൾക്ക് പ്രധാനമന്ത്രി 1000 ഡ്രോണുകൾ കൈമാറും. ഗ്രാമീണ വനിതകളിൽ സാമ്പത്തിക ശാക്തീകരണവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ബാങ്ക് ലിങ്കേജ് ക്യാമ്പുകൾ വഴി സബ്സിഡി നിരക്കിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് 8000 കോടി രൂപയുടെ ബാങ്ക് വായ്പയും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല രാജ്യത്ത് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നും ചെറുനഗരങ്ങളുടെ വികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ അസംഗഡ് ജില്ലയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിൽ 34,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്. അസംഗഡ് ഇന്ന് തിളങ്ങുകയാണെന്ന് ചടങ്ങിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. 16 മാസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് അസംഗഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. മുൻ സർക്കാരുകൾ ചെയ്തതുപോലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല വികസന പദ്ധതികൾ ആരംഭിക്കുന്നതെന്നും സർക്കാരിന്റെ വികസന യാത്രയുടെ ഭാഗമാണിവയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ 15 വിമാനത്താവളങ്ങൾക്കായുള്ള 9,800 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. കൂടാതെ ഉത്തർപ്രദേശിലെ വിവിധ വിമാനത്താവളങ്ങളിലെ 12 പുതിയ ടെർമിനലുകളും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ സംബന്ധിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരളം തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരി പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 4 ലൈനിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടന പരിപാടി നടക്കുക. 2,796 കോടി രൂപയുടെ പദ്ധതികൾക്ക് 35 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കും. നാളെ രാവിലെ തലശ്ശേരിക്കടുത്ത് ചോനാടത്ത് സജ്ജമാക്കിയ വേദിയിലെ വലിയ സ്ക്രീനിൽ ഉദ്ഘാടന ചടങ്ങ് പ്രദർശിപ്പിക്കും. സ്പീക്കർ AN ഷംസീർ, മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവർ സംബന്ധിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയ പാത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ മുഖ്യാതിഥിയാകും. കാര്യവട്ടത്തെ ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ രാവിലെയാണ് പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ മേരാ പഹ്ലാ വോട്ട് ദേശ് കെ ലിയെ പ്രചാരണം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയിട്ടുണ്ടെന്നും ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടാൻ സമാനതകളില്ലാത്ത ആവേശമാണ് ഇത് നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. പ്രചാരണത്തിന്റെ ഭാഗമായി മണൽ ശില്പ കലാകാരനായ സുദർശൻ പട്നായിക് ഒഡീഷയിലെ പുരി ബീച്ചിൽ ഒരുക്കിയ കലാസൃഷ്ടികളെ സാമൂഹ്യ മാധ്യമത്തിലൂടെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. യുവ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യനന്മയ്ക്കായി വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അറിയിക്കുകയും ചെയ്യുകയാണ് പ്രചാരണ പരിപാടിയുടെ ലക്ഷ്യം. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് കേൾക്കാം.
വന്യമൃഗശല്യം നേരിടാൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ബന്ദിപ്പൂരിൽ നടന്ന കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഇത് സംബന്ധിച്ച അന്തർ സംസ്ഥാന സഹകരണ ചാർട്ടറിൽ കേരളവും കർണാടകവും ഒപ്പിട്ടു. തമിഴ്നാട് വനമന്ത്രി യോഗത്തിലെത്തിയില്ല. മന്ത്രി ഒപ്പുവച്ചില്ലെങ്കിലും തമിഴ്നാടും കരാറിന്റെ ഭാഗമായിരിക്കും. വിഭവ വിവര കൈമാറ്റങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ഉടമ്പടി. കേരളം വനം മന്ത്രി AK ശശീന്ദ്രൻ, കർണാടക വനം മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ എന്നിവർക്ക് പുറമെ 3 സംസ്ഥാനങ്ങളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി തുറന്ന വ്യാപാരത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. EFTA രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ് ഉടമ്പടിയെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. EFTA രാജ്യങ്ങൾക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ പ്രസിഡന്റായി ആസിഫ് അലി സർദാരി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റിന്റെ കൊട്ടാരമായ ഐവാൻ സദറിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് ഖാസി ഫെയ്സ് ഈസ സർദാരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റായാണ് 68-കാരനായ ആസിഫ് അലി സർദാരി അധികാരമേറ്റത്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാമതെത്തി ഇന്ത്യ. ധരംശാലയിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര 4-1 വിജയിച്ചതിന് പിന്നാലെയാണ് ഈ നേട്ടം. ഓസ്ട്രേലിയയെ മറികടന്നാണ് ഇന്ത്യ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിംഗ്, ടെസ്റ്റ്, ഏകദിന T20 എന്നിങ്ങനെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യ 1ാമതാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. ബംഗളൂരു അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ ആദ്യ ഇന്നിംഗ്സിൽ 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ മുംബൈക്കെതിരെ വിദർഭ 3 വിക്കറ്റിന് 31 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 224 റൺസിന് പുറത്തായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനെ നേരിടും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക് എന്നിവിടങ്ങളിലെ ബുദ്ധമത വിഭാഗങ്ങളുടെ വികസനത്തിനായി 225 കോടി രൂപയുടെ 38 പദ്ധതികൾക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി തറക്കല്ലിട്ടു. പ്രധാനമന്ത്രി ജൻ വികാസ് പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം ക്യാമ്പയിന്റെ ഭാഗമായാണ് സംരംഭമെന്ന് ഓൺലൈനായി നടന്ന ചടങ്ങിൽ മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. മഹാരാഷ്ട്രയിൽ സിന്ധുദുർഗിലെ MSME സാങ്കേതിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി നാരായൺ റാണെ നാളെ നിർവഹിക്കും. സിന്ധുദുർഗ് ഔദ്യോഗിക മഹോത്സവ്, സ്വയം തൊഴിൽ സമ്മേളനം എന്നിവയുടെ ഉദ്ഘാടനവും നാളെ നടക്കും. MSME സംരംഭങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടുതൽ ലഭ്യമാക്കാൻ രാജ്യത്തുടനീളം 20 പുതിയ സാങ്കേതിക കേന്ദ്രങ്ങളും 100 എക്സ്റ്റൻഷൻ സെന്ററുകളും സ്ഥാപിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ആദായ നികുതി മുൻകൂറായി പിരിക്കാനുള്ള ഈ ക്യാമ്പയിൻ നടപ്പാക്കാനൊരുങ്ങി ആദായ നികുതി വകുപ്പ്. ഇതുവരെ നടത്തിയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ആനുപാതികമല്ലാത്ത രീതിയിലുള്ള നികുതിദായകരെയും സ്ഥാപനങ്ങളെയും വകുപ്പ് തിരിച്ചറിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. അവർക്ക് മുൻകൂർ നികുതി തുക കണക്കാക്കാനും ഈ മാസം 15-നോ അതിനു മുൻപോ തീർപ്പാക്കാനും നിർദ്ദേശം നൽകും. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ 4 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിച്ചതോടെ ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ മാസം 14-ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. 96ാമത് ഓസ്കർ അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്ക് നടക്കുന്ന ചടങ്ങിലാണ് പ്രഖ്യാപനം. ക്രിസ്റ്റഫർ നോലാൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹീമറാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് പട്ടികയിൽ 1ാമത്. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം 2024ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് UP സ്കൂളിൽ മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി വന്നതിന്റെ ജനകീയ വിലയിരുത്തലിനുള്ള അവസരമായാണ് സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഗുജറാത്തിൽ തുടരുന്നു. ഇന്ന് രാവിലെ മാണ്ഡവിയിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചു. നാളെ ഗുജറാത്ത് പര്യടനം പൂർത്തിയാക്കി 12-ന് യാത്ര മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. ഈ മാസം 17-ന് മുംബൈയിലെ ശിവാജി പാർക്കിലാണ് യാത്രയുടെ സമാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല രാജ്യത്ത് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നും ചെറുനഗരങ്ങളുടെ വികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരളം, തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരി പാതയും തലശ്ശേരി മാഹി ബൈപ്പാസും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വന്യമൃഗശല്യം നേരിടാൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം.
പാകിസ്ഥാൻ പ്രസിഡന്റായി ആസിഫ് അലി സർദാരി സത്യപ്രതിജ്ഞ ചെയ്തു. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.